ഓക്കെ, എവിടം വരെ നമ്മൾ എഴുതിച്ചത്? കഴിഞ്ഞ ദിവസം നിങ്ങളത് എഴുതിയായിരുന്നു. നിങ്ങൾ എഴുതാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, നോക്കി നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഡിസോസിയേഷനും അതേപോലെ തന്നെ അയോണൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം ഓർത്തുകൊണ്ടിരുന്നത്. അതായത് ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ടിനകത്താണ് ഡിസോസിയേഷൻ നടക്കുന്നത്. ഇലക്ട്രോവാലന്റ് മീൻസ് അയോണിക്. കോവാലന്റിനകത്ത് ഇത് നടക്കത്തില്ല, ഡിസോസിയേഷൻ നടക്കത്തില്ല. അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ അയോണൈസേഷൻ. ഇവിടെ പക്ഷേ രണ്ടും നടക്കും, അയോണൈസേഷൻ നടക്കും, എന്താണ് ഡിസോസിയേഷൻ നടക്കും. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് നിങ്ങളത് എഴുതിയായിരുന്നോ? മിഷേൽ എഴുതിയായിരുന്നോ? മിഷേലും സന എഴുതിയായിരുന്നോ? മിഷേൽ എഴുതി, സന എഴുതിയായിരുന്നോ? ബാക്കിയുള്ളത് സോലുബിലിറ്റിയും റേറ്റ് ഓഫ് റിയാക്ഷനും. ഓക്കെ, അപ്പൊ നോക്കിയോ, ഞാൻ ആ ഡിസോസിയേഷൻ മുതൽ പറഞ്ഞുതരാം. നോക്കിയോളൂ, നമ്മള് നമ്മുടെ ഇലക്ട്രോവാലന്റ്, അതായത് അയോണിക് കോമ്പൗണ്ട്, അയോണിക് കോമ്പൗണ്ടിന്റെ കേസിൽ അയോണിക് കോമ്പൗണ്ടിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ടിലെ അയോണിക് കോമ്പൗണ്ട്സ് ആർ കമ്പോസ്ഡ് ഓഫ് അയോൺ. In solution these ions become mobile or in molten state these ions dissociate. Dissociate എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അയോണിക് കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു? അയോണിക് കോമ്പൗണ്ട്സ് അയോൺസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ സൊല്യൂഷനിൽ, അതായത് സൊല്യൂഷൻ സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കുന്നു? അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ NaCl എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്ത് Na+ ആയിട്ടും Cl- ആയിട്ടും ആകും എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വാട്ടർ ബീങ് എ പോളാർ കോവാലന്റ് കോമ്പൗണ്ട് ഡിക്രീസസ് ദ ഫോഴ്സ്. കാരണം ഓൾറെഡി Na+ഉം Cl- തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇവർ തമ്മിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, പൊട്ടിക്കാൻ പാടാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? വെള്ളം ആഡ് ചെയ്യും. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഇതെങ്ങനെ സൊല്യൂഷൻ ആവും, അല്ലെങ്കിൽ അക്വ സ്റ്റേറ്റ് എന്ന് പറയാം. അക്വ സ്റ്റേറ്റ് മാത്രം എന്ത് ചെയ്യും? ഇത് ഡിസോസിയേഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും? അയോൺസ് ആയിട്ട് മാറും. മോൾട്ടൺ സ്റ്റേറ്റിലും അതേപോലെ തന്നെ എന്താ, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പൊട്ടും, അപ്പോൾ അയോൺസ് ആയിട്ട് മാറും. പക്ഷേ സോളിഡ് സ്റ്റേറ്റിൽ ഒരിക്കലും അവിടെ എന്താ, ഇവർ തമ്മിൽ സ്ട്രോങ് ബോണ്ട് ആയതുകൊണ്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യില്ല, പൊട്ടത്തില്ല എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി their ions dissociate and migrate when electric current pass through them to their molten in their molten or aqueous state. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് അയോൺസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഞാനൊരു പാത്രത്തിനകത്ത് NaCl എടുത്തു, ഉപ്പ് എടുത്തു, അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് Na+ അയോണായിട്ട് Cl- ആയിട്ട് മാറും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഇവരിങ്ങനെ നടക്കും. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു പ്ലഗ് ഞാനൊരു കറണ്ട് കുത്തിയിട്ട് ഇതിനകത്തോട്ട് ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? ഷോക്ക് അടിക്കും. നേരെ മറിച്ച് ഞാനൊരു ഉപ്പ് മാത്രം എടുത്ത് ഉപ്പ് പൊടി എടുക്കുകയാണ്, എന്നിട്ട് ഞാൻ ഒരു കറണ്ട് കുത്തി എടുത്ത് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ട് ഇവിടെ തൊട്ടാൽ എന്ത് ചെയ്യില്ല, എനിക്ക് ഷോക്ക് അടിക്കുന്നില്ല. അയോൺസ് ആകുമ്പോഴേക്കും അതിന് സംഭവിക്കും. അയോൺസ് മൊബൈലാണ്, അയോൺസ് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ കോവാലന്റ് കോമ്പൗണ്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ കോവാലന്റ് കോമ്പൗണ്ടിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ HCl എടുക്കാം. HCl എങ്ങനെ ബോണ്ട് സ്ലൈറ്റ് നെഗറ്റീവും സ്ലൈറ്റ് പോസിറ്റീവും ആണ്. ഇത് ഈ അവസ്ഥയിൽ എന്ത് ചെയ്തില്ല, കറണ്ട് കണ്ടക്ട് ചെയ്തില്ല. പക്ഷേ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ H സ്ലൈറ്റ് പ്ലസ് എന്നുള്ളത് H കംപ്ലീറ്റ് പ്ലസ് ആയിട്ട് മാറും, Cl സ്ലൈറ്റ് മൈനസ് എന്നുള്ളത് Cl കംപ്ലീറ്റ് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ അതെന്ത് ചെയ്തു? അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഓൺ പാസിംഗ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? അത് എന്ത് ചെയ്യും? കറണ്ട് കണ്ടക്ട് ചെയ്ത് അയോണൈസ് ചെയ്തു. എപ്പോഴാണ്? വെള്ളം ഒഴിച്ചപ്പോൾ. ഓക്കെ ആണല്ലോ. അതിന്റെ കാരണം എന്താ? ഓൺ പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ഓൺ നോൺ പോളാർ കോവാലന്റ്. നോൺ പോളാർ ആണെങ്കിൽ എന്ത് ചെയ്തില്ല? ഇപ്പം H ബോണ്ടഡ് വിത്ത് H, ഇത് കോവാലന്റ് അല്ലേ, ആണോ? ഇതിനകത്ത് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുള്ള കറണ്ട് കണ്ടക്ട് ചെയ്യുമോ? ഇതിനകത്ത് ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുക, H2 ഒഴിക്കുക, ഒന്നും സംഭവിക്കാനില്ല. എന്ത് ചെയ്തില്ല? കറണ്ട് കണ്ടക്ട് ചെയ്തില്ല. കാരണം എന്താ? ഇവർ തമ്മിൽ സെയിം ചാർജുകൾക്കിടയിലുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഇവർ അയോൺസ് ഫോം ചെയ്തില്ല, അതുകൊണ്ട് കറണ്ട് കണ്ടക്ട് ചെയ്തില്ല. ഇത് ഏതാണെങ്കിലാ? ഇത് നോൺ പോളാർ ആണെങ്കില, നോൺ പോളാർ. പക്ഷെ ഇതെന്താ? ഇത് പോളാറാണ്. ഓക്കെ, പോളാറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
സം ഓഫ് ദി കോവാലന്റ് ബോണ്ട് ഇൻ പോളാർ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പോളാർ നേച്ചറിലുള്ളതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അയോൺസ് ആയിട്ട് മാറി അവിടെ കണ്ടക്ട് ചെയ്യും. ഇത് പോളാർ കോവാലന്റ് കോമ്പൗണ്ട്, അത് കണ്ടക്ട് ചെയ്യും. ഇത് നോൺ പോളാർ ആണ്, കണ്ടക്ട് ചെയ്യത്തില്ല. ഇതിനകത്ത് മൊബൈൽ ആയിട്ടുള്ള അയോൺസ് ഇല്ല, ഇതിനകത്ത് മൊബൈൽ ആയിട്ടുള്ള അയോൺസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഡിസോസിയേഷൻ നടക്കത്തില്ല. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസോസിയേഷൻ ഒറ്റയ്ക്ക് ഡിസോസിയേഷൻ നടക്കില്ല. ഒറ്റയ്ക്ക് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയ്ക്ക് ഡിസോസിയേഷൻ നടക്കത്തില്ല എന്ന് പറയാൻ കാരണം എന്താ? അതായത് NaCl വേറെ RS ആയ മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിലും എന്ത് ചെയ്യും? Na പ്ലസും Cl മൈനസ് ആയിട്ട് മാറും. പക്ഷേ H ഡെൽറ്റ പ്ലസും Cl ഡെൽറ്റ മൈനസും തമ്മിലുള്ള ബോണ്ട് വെള്ളം ഒഴിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? H പ്ലസും Cl മൈനസും ആകത്തുള്ളൂ. ഒറ്റയ്ക്ക് പൊട്ടാനുള്ള കഴിവില്ല. ഒറ്റയ്ക്ക് പൊട്ടാനുള്ള കഴിവിനെയാണ് നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ സഹായത്തോടുകൂടി പൊട്ടുന്നതിന് നമ്മൾ അയോണൈസേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഡിസോസിയേഷനും അയോണൈസേഷനും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെത്താനെ പൊട്ടി അയോൺസ് ആവുക. മോൾട്ടൺ സ്റ്റേറ്റിലൊക്കെ തന്നെത്താനെ പൊട്ടുന്നത്, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പക്ഷേ എന്താണ്, വെള്ളം ഒഴിച്ചിട്ട് അയോണൈസ് ചെയ്യുന്നത്, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിന്റെ അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് അയോണൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ കോവാലന്റ് ബോണ്ടിനകത്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഡിസോസിയേഷൻ നടക്കത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. പിന്നെ അതേപോലെ തന്നെ അവർ പൂർ കണ്ടക്ടേഴ്സ് എന്തായിരിക്കും? ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിരിക്കും പറയാൻ പറ്റും. ഇനിയും അവരുടെ സോലുബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഇലക്ട്രോവാലന്റിന്റെ ആദ്യം സോലുബിലിറ്റിയെ പറ്റി പറയുന്നത് എന്താ? ദീസ് ആർ സോലുബിൾ ഇൻ വാട്ടർ. ഏതാ? ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് സോലുബിൾ ഇൻ വാട്ടർ ആണ് അല്ലേ? അതേപോലെ തന്നെ ഓർഗാനിക് സോൾവെന്റിനാണ്. സ്കാൻ ചെയ്യുന്നു. എന്തെങ്കിലും പറ്റുന്നില്ലെങ്കിൽ എൻ്റെ RID അവരുടെ മെയിലായിട്ട് ചോദിച്ചിട്ട് നോക്കിയോ. സോലുബിലിറ്റിയെ പറ്റി പറയുന്നത് ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് എന്താ? വാട്ടറിനകത്ത് സോലുബിൾ ആണ്. ഓക്കെ. എന്നാൽ ഓർഗാനിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? അതിനകത്ത് ഇൻസോലുബിൾ. എന്താ ഈ ഓർഗാനിക് സോൾവെന്റ്? ബെൻസീന്, പെട്രോള്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓർഗാനിക് സോൾവെന്റ്. അതിനകത്തൊന്നും എന്തല്ല, അതിനകത്തൊന്നും ഈ പറഞ്ഞ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് എന്തല്ല, സോലുബിൾ ആകില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടറിനകത്ത് സോലുബിൾ ആകാൻ കാരണം വാട്ടർ എന്ത് തന്നെയാണ്? അതായത് ഈ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ടും Na+Cl- എക്സാമ്പിൾ എടുക്കാം. ഇതും പോളാർ നേച്ചർ കാണിക്കും. വാട്ടറും എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? പോളാറാണ്. അപ്പോൾ പോളാർ നേച്ചറുള്ള ഇതുമായിട്ട് സോലുബിൾ ആവാൻ പറ്റും. മാത്രമല്ല വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുമ്പോൾ എന്താണ്? അവരെ സോലുബിൾ ആക്കാനുള്ള കഴിവ് വാട്ടറിനുണ്ട്. നേരെ മറിച്ച് മറ്റവർക്ക് അത് ആ കഴിവില്ല. ഓക്കെ ആണല്ലോ. ഇനി കോവാലന്റ് ബോണ്ടിന്റെ സോലുബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അവര് വാട്ടറിനകത്ത് ഇൻസോലുബിൾ ആണ്, പക്ഷെ ഓർഗാനിക് സോൾവെന്റിനകത്ത് എന്താ? സോലുബിൾ ആണ്. അവര് വാട്ടറിനകത്ത് എന്താണ്? ഇൻസോലുബിൾ ആണ്. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓർഗാനിക് സോൾവെന്റിനകത്ത് എന്താണ്? സോലുബിൾ ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇനി ആസ് ദ ഓർഗാനിക് സോൾവെന്റ് ആർ നോൺ പോളാർ, ഹെൻസ് ദീസ് ഡിസോൾവ് ഇൻ നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്. അതായത് ഓർഗാനിക് സോൾവെന്റ് നോൺ പോളാർ ആയതുകൊണ്ട് ഇവരും നോൺ പോളാർ ആയതുകൊണ്ട് നോൺ പോളാറിനകത്ത് എന്ത് ചെയ്യത്തുള്ളൂ? ഡിസോൾവ് ആകത്തുള്ളൂ. പോളാർ ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഡിസോൾവ് ആകത്തുള്ളൂ. നോൺ പോളാർ ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഡിസോൾവ് ആകും. ഓക്കെ ആണല്ലോ. അതായത് പാറ്റാഗുളിക നോൺ പോളാർ ആയിട്ടുള്ള ഒരാളാണ്. അതിനെ എടുത്ത് ബെൻസീനകത്ത് കലക്കി കഴിഞ്ഞാൽ അത് ഇളകും. കാരണം അത് രണ്ടും നോൺ പോളാറാണ്. ഓക്കെ ആണോ? ഓൺലൈൻ ഇരിക്കുന്നത് മനസ്സിലാകുന്നല്ലോ. ഇനിയും റേറ്റ് ഓഫ് റിയാക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് ദേ ഷോ റാപ്പിഡ് സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് പറയുന്നത്. എന്താണ്? പെട്ടെന്ന് റിയാക്ട് ചെയ്യും. കാരണം എന്താ? ഇവരെ പെട്ടെന്ന് തന്നെ അയോൺസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ? പെട്ടെന്ന് റിയാക്ട് ചെയ്യും. മറ്റവരെ സംബന്ധിച്ച് എന്താ? അവർ സ്ലോ ആയിട്ടായിരിക്കും കെമിക്കൽ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻകോവാലന്റ് മോളിക്യൂൾ ഓൾഡ് ബോൺസ് ആർ ബ്രോക്കൺ ആൻഡ് ന്യൂ ബോൺസ് ആർ ഫോംഡ്. Thus reaction is slow between covalent compound. അവിടെ
സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ കാര്യം അവർ അയോണിക് അല്ല, ഇല്ലേ? നോൺ പോളർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ അയോണിക് അല്ല. പോളാർ ആയിട്ടുള്ള കോവാലന്റ് കോമ്പൗണ്ട് ആണ് അവരാണെങ്കിൽ അവിടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ചെറിയ രീതിയിലുള്ള റിയാക്ഷൻസ് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റവരിൽ നടക്കുന്ന റിയാക്ഷൻ വളരെ സ്ലോയും ആയിരിക്കും. ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കയറാം. ഈ ടോപ്പിക് കൂടി ഒന്ന് പഠിച്ചിട്ട് ചാപ്റ്റർ തീർക്കാൻ പോവാം. ഓക്കെ, അപ്പം നോട്ട് എഴുതിക്കോളൂ. കോർഡിനേറ്റ് ബോണ്ട്. The bond formed between two atoms. Between two atoms. Bond formed between two atoms by sharing a pair of electrons provided by one of the combining atom, but shared by both is called coordinate bond. Example, hydronium ion H3O plus ആണ്. അതേപോലെ തന്നെ ആൻഡ് അമോണിയം അയോൺ NH4 plus contains coordinate bond. അതായത് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദ ബോണ്ട് ഫോർmed between two atom. എങ്ങനെ? ബൈ ഷെയറിംഗ് എ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രൊവൈഡഡ് ബൈ വൺ ഓഫ് ദ കമ്പൈനിങ് ആറ്റം. ആ ഷെയർ ചെയ്തിരിക്കുന്ന പേരിനെ ആരായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നത്? ഇപ്പം മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എച്ച് ഇവർ ബോണ്ട് ഫോം ചെയ്തിരിക്കുക, കണ്ടോ? ഇത് ഷെയർ ചെയ്തിരിക്കുക. ആരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്? രണ്ട് ഹൈഡ്രജൻ ആറ്റം. അതിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പേരാണ്. ആ ഒരു പേരിൽ ഒരു ഇലക്ട്രോൺ ആരാ കൊടുത്തിരിക്കുന്നത്? ഈ ഹൈഡ്രജൻ. മറ്റൊരു ഇലക്ട്രോൺ ആരാ കൊടുത്തിരിക്കുന്നത്? ഈ ഹൈഡ്രജൻ. പക്ഷേ കോർഡിനേറ്റ് ബോണ്ടിന്റെ കേസിൽ ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്ത പേരിനെ ആരെങ്കിലും ഒരാളായിരിക്കും സപ്ലൈ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഇവിടുത്തെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇലക്ട്രോണും കൊടുത്തത് ആരായിരിക്കണം? ഇവിടുത്തെ ആറ്റം ആയിരിക്കണം. അങ്ങനെയുള്ള ഇത് ഇവിടെ ഹൈഡ്രജന്റെ കേസിൽ വരത്തില്ല. അപ്പൊ നോക്കിയാൽ നമുക്ക് അമോണിയയുടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. അതായത് നിങ്ങൾ ഓർത്തോണം, അതായത് ബോണ്ട് ഫോം ചെയ്യുന്നു രണ്ട് ആറ്റങ്ങൾക്കിടയിൽ. എങ്ങനെയാണ്? ബൈ ഷെയറിംഗ് ഇലക്ട്രോൺസ്. പക്ഷെ ആ ഷെയർ ചെയ്ത പേരിനെ ആരായിരിക്കും സപ്ലൈ ചെയ്യുന്നത്? അതിനകത്ത് ഏതെങ്കിലും ഒരു ആറ്റമായിരിക്കും കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഇലക്ട്രോൺ ഷെയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തെ ആറ്റത്തിൻ്റെയും ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തെ ആറ്റത്തിൻ്റെയും അങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. ആണോ? ആണ്. നമ്മളിപ്പോൾ വരച്ചപ്പോഴെല്ലാം നിങ്ങൾ നോക്കി CH4 വരച്ചു. CH4 വരച്ചപ്പോൾ എന്തായിരുന്നു? CH4 ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെ, ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ, ഒരു ഇലക്ട്രോൺ കാർബൺ ഒരു ഇലക്ട്രോൺ കാർബൺ, കണ്ടോ? ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഓരോ ഇലക്ട്രോൺസ് ഓരോരുത്തരായിരുന്നു എന്ത് ചെയ്തിരിക്കുന്നത്? ഷെയർ ചെയ്തിരിക്കുന്നത്. ആണോ? എന്നാൽ ഇവിടുത്തെ കേസിൽ എന്താ? ഇവിടുത്തെ കേസിൽ ആ ഷെയർ ചെയ്തിരിക്കുന്ന പേരിനെ ആരായിരിക്കും കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു ആറ്റമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം കണ്ടീഷൻ ഫോർ മനസ്സിലായോ? മിഷേലിനും സനയ്ക്കും മനസ്സിലായോ? ഓക്കെ. അടുത്തത് കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് കോർഡിനേറ്റ് ബോണ്ട്. കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് കോർഡിനേറ്റ് ബോണ്ട്. ഒന്നാമത്തേത്, അതായത് ഒരാൾ
ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാകുന്നത്? ഷെയറിങ്ങിലൂടെ. എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യുന്നത്. ആരാ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു ആറ്റം. അപ്പം ആരുടെ കയ്യിലെങ്കിലും ആരുടെയും ഷെയർ ചെയ്യുന്ന ആറ്റങ്ങളുടെ ആരുടെയും കയ്യിൽ എന്ത് കാണണം? ഒരു ലോൺ പെയർ എങ്കിലും കാണണം. ഷെയർ ചെയ്യാത്ത ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ചെയ്യാതെ കിടക്കുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ലോൺ പെയർ എന്ന് പറയുന്നത്. അപ്പം ഒരു ലോൺ പെയർ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ, അറ്റ്ലീസ്റ്റ് 2 ഇലക്ട്രോൺ എങ്കിലും കാണണം എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയോ, നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിക്കോളൂ, കണ്ടീഷൻ വൺ ഓഫ് ദ ടു ആറ്റം മസ്റ്റ് ഹാവ് at least one lone pair of electrons. നമുക്ക് എക്സാമ്പിൾ വാട്ടർ എടുക്കാം. H2O, അതേപോലെ തന്നെ NH3 അമോണിയ. മോളിൽ അമോണിയം അയോണും ഹൈഡ്രോണിയം അയോണുമാണ്. അത് വാട്ടറിൽ നിന്നും അമോണിയയിൽ നിന്നും ഫോം ചെയ്യുന്ന അയോണാണ്. ഇതാ പ്യുവർലി ആ മോളിക്കൂളിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ലോൺ പെയർ എന്താണെന്ന് വേണമെങ്കിൽ ഒരു സ്റ്റാർ ഇട്ടിട്ട് ഇതിനകത്ത് എഴുതിക്കോ, വേണമെങ്കിൽ അവിടെ ഒരു ഇതിട്ടിട്ട് എഴുതിക്കോ. എ പെയർ ഓഫ് ഇലക്ട്രോൺ which is not shared with any other atom is known as lone pair. രണ്ടാമത്തെ കണ്ടീഷൻ, another atom should be short of a least pair of electron. അതായത് another atom should be short of at least a pair of electron. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരാൾക്ക് ഒരു ലോൺ പെയർ എങ്കിലും അറ്റ്ലീസ്റ്റ് കൂടുതലുണ്ടാവണം. മറ്റേ ആൾക്ക് അപ്പോൾ എന്തുണ്ടാവണം? ആ 2 പെയർ, അതല്ല 2 പെയറല്ല, ആ ഒരു പെയർ എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പെയർ എങ്കിലും എന്തായിരിക്കണം? കുറവായിരിക്കണം. എന്നാലല്ലേ ഇവിടുന്ന് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ കോർഡിനേറ്റ് ബോണ്ടിന് കോവാലൻ്റ് നേച്ചറും ഉണ്ട്, അയോണിക് നേച്ചറും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതിക്കോ. എ കോർഡിനേറ്റ് ബോണ്ട് ഹാസ് properties of both covalent and ionic bond therefore it is also called dative bond or co-ionic bond എന്നും വിളിക്കും. co-ionic bond അതെന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ലോൺ പെയറിനെ എന്ത് ചെയ്യുക? ഒരാൾക്ക് ലോൺ പെയർ കുറവായിരിക്കും, ഒരാൾക്ക് ലോൺ പെയർ കൂടുതലായിരിക്കും. അത് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ശരിക്കും പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലും അവിടെ നടക്കുന്നില്ലേ? കൊടുക്കൽ വാങ്ങൽ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തെന്നാ? അയോണിക് ആണ് പറയുന്നത്. അപ്പോൾ അയോണിക് നേച്ചർ അവിടെ കാണിക്കുന്നുണ്ട്, കോവാലൻ്റ് നേച്ചറും കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഫോർമേഷൻ ഓഫ് എഴുതിക്കോളൂ. ഫോർമേഷൻ ഓഫ് ഹെഡിങ് ആണേ.
formation of H3O plus ion and lone pair effect of hydrogen atom hydrogen atom. ഓക്കെ, നോക്കിക്കോളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ നോക്കിയോ. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ വാട്ടർ നേരത്തെ വരച്ചപ്പം ഇങ്ങനെയല്ലേ വരച്ചത്, ഇല്ലേ? ഇങ്ങനെയല്ലേ ബോണ്ട് വരച്ചത്. ശരിക്കും വാട്ടർ മോളിക്യൂളിൻ്റെ ഷേപ്പ് ഇതേണ്ട ഇങ്ങനെയാണ്, വെഡ്ജ് ഷേപ്പാണ്, വി ഷേപ്പ്ഡാണ്, ബെൻഡ് ഷേപ്പ് എന്ന് അതിന് പറയുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കോളൂ. അപ്പം ലൂയിസ് സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ എങ്ങനെയാണ്? ലൂയിസ് സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ എങ്ങനെ വരയ്ക്കാം? ഓഫ് ഹൈഡ്രജൻ എങ്ങനെ വരയ്ക്കാം? ഒന്നെങ്കിൽ എച്ച് ഇട്ടിട്ട് ഡോട്ട് ഇടാം, അല്ലെങ്കിൽ ക്രോസ് ഇടാം. ഇതാണോ? ആണ്. ലൂയിസ് സ്ട്രക്ചർ ഓഫ് ഓക്സിജൻ ഏതാ? ഓക്സിജൻ എങ്ങനെ വരയ്ക്കാം? ഓക്സിജൻ O ആണ്. 1 2 3 4 എന്തെന്ന് എടുക്കും? 5 6 ഇങ്ങനെ വരയ്ക്കാം ഇല്ലേ? ഞാനാണെങ്കിൽ ഇതിനെ ഒരു ഇച്ചിരി വ്യത്യാസം 1 2 3 4 5 6 ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. ഓക്കെ. വാട്ടർ മോളിക്യൂളുടെ ഡോട്ട് ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഡോട്ട് ഡയഗ്രാം എങ്ങനെയായിരിക്കും? നോക്കിക്കോളൂ. 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് വാട്ടർ മോളിക്യൂളിനകത്തുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? ഡോട്ട് ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ, ഓക്സിജൻ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്സിജൻ്റെ ഈ ഇലക്ട്രോണിനെ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. അതേപോലെ തന്നെ ഒരു ഹൈഡ്രജൻ ഇവിടെ, ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ. അതേപോലെ തന്നെ ഓക്സിജൻ്റെ ഒരു ഈ ഇലക്ട്രോണിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. പിന്നെ 2 ഷെയർ ചെയ്യാത്ത കിടക്കുന്ന 2 ഇലക്ട്രോൺ പെയർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോൺ പെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഹൈഡ്രജൻ ഹാപ്പി, ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഹൈഡ്രജനും ഹാപ്പി, ഇങ്ങനെ നോക്കുമ്പോൾ ആരും ഹാപ്പി? ഈ ഓക്സിജനും ഹാപ്പി. ഇതാണ് നമ്മുടെ ഡോട്ട് ഡയഗ്രാം. ഇതിൽ ഈ പെയറിനെ ബോണ്ട് പെയർ എന്ന് വിളിക്കുന്നു. ഇതിനെയും എന്ത് വിളിക്കുന്നു? ബോണ്ട് പെയർ എന്ന് വിളിക്കുന്നു. വേണ്ട, ഇതിനെയും അതേപോലെ തന്നെ ഇതിനെയും എന്തെന്ന് വിളിക്കുന്നു? ലോൺ പെയർ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? സെറ്റാണല്ലോ? ഇത് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു തരാം. നോക്കിക്കോളൂ. ഇനിയും എന്താണ് ഇവിടെ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? അതായത് ഇവിടെയുള്ള ഈ 2 ലോൺ പെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലോൺ പെയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോൺ പെയർ ഈ ബോണ്ട് പെയറിനെ തെള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഈ ഹൈഡ്രജൻ ഇവിടെയും ഓക്സിജൻ ഇവിടെയും ഈ ഹൈഡ്രജൻ ഇവിടെയും വരും. അങ്ങനെ ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂളായിട്ട് മാറും. ഇതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് നിങ്ങൾ വരയ്ക്കണം, എഴുതണം, ഇത്രയും കാര്യങ്ങൾ എഴുതണം. എന്നിട്ട് ഞാൻ എഴുതാനുള്ള പറഞ്ഞാൽ ഇത്ര സ്പേസ് വിട്ടിട്ട് താഴോട്ട് എഴുതാനുള്ള എഴുതിക്കോ. The two unshared electron pair of oxygen
oxygen repels the bond pair in water molecule and thus its shape becomes wedge shape becomes wedge shape എഴുതിയല്ലോ ഇനി അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് ദ OH ബോണ്ട് ഇൻ വാട്ടർ മോളിക്യൂൾ are polarized due to the large difference in the electronegativity value of the oxygen and hydrogen atom ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ കോവാലൻ്റ് ബോണ്ടിങ്ങിനകത്ത് പോളാർ നേച്ചർ കാണിക്കുന്നത്. നമ്മളത് പഠിച്ച കണ്ടീഷൻ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.5ഉം ഹൈഡ്രജൻ്റെ എത്രയാണെന്നറിയാമോ? ഹൈഡ്രജൻ്റേത് 2.1 ആണ്. ഓക്കെ ആണോ? 2.1 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. therefore oxygen attains slight positive charge അല്ലേ? slight negative charge അല്ലേ? oxygen slight negative charge and hydrogen attains slight പോസിറ്റീവ് ചാർജാണ്. ശരിക്കും അപ്പം വാട്ടർ മോളിക്യൂളിൻ്റെ ഇത് ഇങ്ങനെയാവും. HOH, ഇവിടെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ്, സ്ലൈറ്റ് പോസിറ്റീവ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും പറയണം. നമുക്കിവിടെ H3O+ൻ്റെ കോർഡിനേറ്റ് ബോണ്ട് എങ്ങനെയാണ് ഉണ്ടായെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നോക്കിയോ, ഞാൻ when an acid is added to water, ഇവിടാണ് ആ കളി നടക്കുന്നത്. കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാകുന്നത് ഇവിടെയാണ്. when acid is added to water, there forms strong dipole interaction between water molecule and acid molecule. because both being polar. ആസിഡും പോളാറാ അല്ലേ? HCl H+ഉം Cl- ഉം അല്ലേ? പോളാർ. അപ്പോൾ നമുക്കൊരു ഇത് നോക്കാൻ നോക്കിയോ. ഞാൻ HCl എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ H3O+ അയോണും Cl- അയോണും ആയിരിക്കും ഉണ്ടാകുക. ഇതിനെ ഇങ്ങനല്ല എഴുതുന്നത്, ഇതിനെ റഫായിട്ട് ശരിക്കും ഇങ്ങനെ എഴുതിയാൽ മതി. HCl വാട്ടറിനകത്തോട്ട് ഇതാക്കുമ്പോഴത്തേക്കും H+ഉം എന്തുണ്ടാവും? Cl- ഉണ്ട്. ഈ H+നെയാണ് H3O+. അതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. ഇവിടെ ഈ വാട്ടർ എന്ത് ചെയ്യും? നമുക്ക് ഈ വാട്ടർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിങ്ങനെ എഴുതണം, ഇതിങ്ങനെ എഴുതണം, നോക്കിയോളൂ. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോളൂ. As a result of dipole interaction
interaction. The hydrogen ion get released from the polar bond of acid molecule, and it gets added spontaneously to, പെട്ടെന്ന് തന്നെ added spontaneously എന്ന് പറയുമ്പോൾ പെട്ടെന്ന് spontaneously to one of the two lone pair of water molecule, lone pair of വാട്ടർ മോളിക്യൂൾ. ഇവിടെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒട്ടും മനസ്സിലാകാത്ത ചില ടോപ്പിക്കുകളാണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ. നല്ല പാടാണ് ഈ ടോപ്പിക്ക്. ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരാം. മിഷേലിന് ഓക്കെ ആണോ ഇപ്പം? മിഷേൽ ഈ ഭാഗങ്ങളൊക്കെ പാടില്ലേ പഠിക്കാൻ? ഉണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ എന്താണ്ട് ഈ ഒരു കാര്യത്തിലൂടെ മാറ്റിത്തരാൻ നോക്കിയോ. നമുക്ക് സാധാരണഗതിയിൽ നോക്കിയോ, ഇവിടെ ഒന്ന് ഒരു HCl ഉണ്ട്. ഓക്കെ, ഇത് എന്തായിട്ട് മാറും? നമുക്കറിയാം ഇത് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? H പ്ലസും Cl മൈനസും ആയിട്ട് മാറും. അത് ഡെൽറ്റ ആണെന്ന് വിചാരിച്ചോ, H ഡെൽറ്റ പ്ലസും H ഡെൽറ്റ മൈനസും ആണെന്ന് വിചാരിച്ചോ. പക്ഷേ വെള്ളത്തിനകത്ത് അലിയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്യുവർലി H, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. H ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ശരിക്കും? ഇതിങ്ങനെ HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് H ഡെൽറ്റ പ്ലസ് ബോണ്ടഡ് വിത്ത് Cl ഡെൽറ്റ മൈനസ്. ഇതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? പ്യുവർലി H പ്ലസും Cl മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, അയോണൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചോണം, ആരോൺ ഇവിടെ ശ്രദ്ധിച്ചോണം. നമ്മൾ എഴുതേണ്ടതല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ HCl എടുക്കുന്നു. HClനകത്തോട്ട് HCl എന്ന് പറയുമ്പം H ഡെൽറ്റ പ്ലസും ഡെൽറ്റ മൈനസും ആണ്. ഇതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നറിയോ? പെട്ടെന്ന് തന്നെ ഇത് പ്യുവർലി H പ്ലസ് ആയിട്ടും Cl മൈനസ് ആയിട്ടും മാറും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? വാട്ടർ മോളിക്യൂളിനകത്ത് എന്തുണ്ട്? വാട്ടർ മോളിക്യൂളിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നോൺ ബോണ്ട് ചെയ്യാതെ കിടക്കുക അല്ലെങ്കിൽ അൺബോണ്ട് ചെയ്യാതെ കിടക്കുന്ന ഈ രണ്ട് ലോൺ പെയറില്ലേ, ഈ H പ്ലസ് നേരെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതുകൊണ്ട് ഇങ്ങോട്ട് പോയിട്ട് ഒന്നെങ്കിൽ ഇതുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ടോ പോയിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പം ഹൈഡ്രജൻ പ്ലസിന് എത്ര ഇലക്ട്രോൺസ് വേണം സ്റ്റേബിൾ ആവണമെങ്കിൽ? H പ്ലസിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഹൈഡ്രജനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1. H പ്ലസ് ആവുമ്പോഴോ അടി മേടിക്കും. മിഷേലും സനയും പറഞ്ഞേ. പറഞ്ഞേ. എടേ, ഹൈഡ്രജനകത്ത് ഒരു ഇലക്ട്രോൺ പ്ലസ് ആവുന്നത് എങ്ങനെയാണ്? ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ. അപ്പോൾ H പ്ലസിനകത്ത് ഇലക്ട്രോൺ വല്ലതും ഉണ്ടോ? പക്ഷേ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? H പ്ലസിന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഇനി എത്ര ഇലക്ട്രോൺ വേണം? എടേ, Hന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരെണ്ണം മതി. H പ്ലസിന് സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര വേണം? 2. ഇപ്പം ഇത് സൊല്യൂഷനകത്ത് എന്തായിട്ടാണ് കിടക്കുന്ന? ആസിഡ് H പ്ലസ് ആയിട്ട്. സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 2. ആ 2 എണ്ണം എവിടെ ഉണ്ട്? വേണ്ട, ഈ 2 ലോൺ പെയറിൽ ഏതെങ്കിലും ഒരിടത്ത് പോയാൽ മതി. അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോൺ പെയറിനെ ആര് കൊടുക്കും? ഓക്സിജൻ അങ്ങോട്ടേക്ക് കൊടുക്കും. കണ്ടോ? അപ്പോൾ അവർ തമ്മിൽ കോവാലൻ്റ് ബോണ്ടാണ് ഉണ്ടായത്. എന്നാൽ ഇലക്ട്രോൺ പെയർ ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ അയണിക് കൺസെപ്റ്റും ഉണ്ടായി, കോവാലൻ്റ് കൺസെപ്റ്റും ഉണ്ടായി. ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ പെയർ ഒരാളായതുകൊണ്ട് അത് കോർഡിനേറ്റ് ബോണ്ടെന്നും പറയാൻ പറ്റും. അപ്പം നോക്കിയോ, ഇവൻ നേരെ ഇങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ഇങ്ങനെ H ഓക്സിജൻ, H ഇവിടെ ഒരു ലോൺ പെയർ അതേപോലെ തന്നെ കിടക്കും. ഈ 2 ഇലക്ട്രോൺസിനെ ആർക്ക് കൊടുക്കും? നമ്മുടെ ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുത്തിട്ട് ഹൈഡ്രജൻ ഇവിടെ ഒരു ബോണ്ട്. അതായത് ഈ ഇലക്ട്രോൺസ് വേണ്ട ഇവിടെയും ഈ ഇലക്ട്രോൺ വേണ്ട ഇവിടെയും. രണ്ടും ആരാ കൊടുത്തത്? ഓക്സിജനാണ് കൊടുത്തത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് അപ്പം ഒരു ഓക്സിജൻ ഇപ്പം ഒരു ഇലക്ട്രോൺ ഓക്സിജൻ്റെ കയ്യിൽ നിന്ന് ഹൈഡ്രജൻ്റെ കയ്യിലോട്ട് പോയല്ലോ, സൈഡിലോട്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടുകൊണ്ട് ഇവനൊരു പോസിറ്റീവ് ചാർജ് വരും. ഇങ്ങനെയാണ് ആ സംഭവം. ഇത് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. പെട്ടെന്നാട്ടെ, ചോദിക്കാമോ? ഡൗട്ട് ചോദിക്കാമോ?
മിഷേൽ ഓക്കെ ആണോ? ഓക്കെ. ഇപ്പോഴാണോ മനസ്സിലായതോ അതോ നേരത്തെ ഇങ്ങനെയായിരുന്നോ മനസ്സിലാക്കി വെച്ചേ? ഇപ്പോഴാ. ഓക്കെ, സനയ്ക്ക് മനസ്സിലായോ? യെസ് സർ. ഓക്കെ. പക്ഷേ ഇതിനെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എങ്ങനെയാണ്? ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സൈഡിലോട്ട് എഴുതി വെച്ചോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ സൈഡിലോട്ട് എഴുതി വെച്ചോ. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ എഴുതിക്കോ. അത് ഒരു ജസ്റ്റ് ഒന്ന് എന്താണ് ഫോർ സ്റ്റഡി പർപ്പസ് എന്ന്, അല്ലെങ്കിൽ എന്താണ് കൺസെപ്റ്റ് എന്ന് അങ്ങ് എഴുതിയിട്ടാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? HCl എടുക്കുന്നു. HClനകത്ത് സ്ലൈറ്റ് പോസിറ്റീവും സ്ലൈറ്റ് നെഗറ്റീവ് ആണ്. അതിനകത്ത് കുറച്ച് വാട്ടർ മോളിക്കൂൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആ സ്ലൈറ്റ് പോസിറ്റീവും സ്ലൈറ്റ് നെഗറ്റീവും കംപ്ലീറ്റ് നെഗറ്റീവ് ആവുന്നു. അപ്പം ഹൈഡ്രജൻ കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് മാറി. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പം വാട്ടർ മോളിക്കൂളിൻ്റെ ഓക്സിജൻ്റെ മണ്ടയ്ക്ക് 2 ലോൺ പെയർ ഉണ്ട്. ആ 2 ലോൺ പെയറിൽ ഏതെങ്കിലും ഒരു ലോൺ പെയറിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രജൻ അങ്ങോട്ട് മേടിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ആ വാട്ടർ മോളിക്കൂളിൽ അവിടെ പോയി നിൽക്കുമ്പോൾ അത് ഹൈഡ്രജൻ, ഓക്സിജൻ്റെ ചുറ്റിനും 3 ഹൈഡ്രജൻ ആവും. പക്ഷേ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതുകൊണ്ട് ഓക്സിജൻ്റെയിലുള്ള ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതുകൊണ്ട് ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് വരും. പക്ഷേ അതിനെ എഴുതുമ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് വെളിയിൽ എഴുതുകയുള്ളൂ. ഓക്കെ, ഇനിയും ശരിക്കും നിങ്ങളുടെ റിയാക്ഷനായിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന കൺസെപ്റ്റ്. ഇനി റിയാക്ഷൻ എഴുതേണ്ടത് ഇതാണ്. HCl ഗീവ്സ് എന്താ H2Oയ്ക്കകത്ത് എന്ത് ചെയ്യുന്നു? H2O ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു? H+ഉം Cl- ആയിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ H+ എന്ത് ചെയ്യാൻ പോവാ? വാട്ടറുമായിട്ട്, അതായത് HOH ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഡോട്ട് ഗീവ്സ് എന്താണെന്നറിയാമോ? അതുകൊണ്ട് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതണം. H ഇവിടെ OH ഒരു ലോൺ പെയർ ഇങ്ങനെ തന്നെ കിടക്കും. അതായത് ഒരു ലോൺ പെയർ ഇങ്ങനെ തന്നെ കിടക്കും. മറ്റേത് കണ്ടോ, രണ്ടും ഓക്സിജൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഹൈഡ്രജന് ഇങ്ങനെ വരും. എന്നിട്ട് ഒരു സ്ക്വയർ ഇട്ടിട്ട് എന്തിടണം? സ്ക്വയർ ഇട്ടിട്ട് വെളിയിലാണ് പോസിറ്റീവ് ഇടേണ്ടത്. ഓക്സിജൻ മണ്ടയ്ക്ക് പോസിറ്റീവ് ഇട്ടാലും തെറ്റില്ല. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോണിയം അയോൺ എന്ന് പറയുന്നത്. ഹൈഡ്രോണിയം അയോൺ. ഇനിയും കോർഡിനേറ്റ് ബോണ്ട് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന്, റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അതിനെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണം. അത് കാണിക്കാം, പെട്ടെന്ന് എഴുതിക്കും. നോക്കിക്കോളൂ. ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ, H3യുടെ സ്ട്രക്ചർ കോർഡിനേറ്റ് ഇങ്ങനെയാണ്. അതും കൂടെ എഴുതിയിട്ടേക്കണം. സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോണിയം അയോൺ. സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോണിയം അയോൺ. ഹൈഡ്രോണിയം അയോൺ അതുകൊണ്ട് ഇങ്ങനെയാണ്. HOH ആണോ? ആണല്ലോ. ഓക്സിജൻ്റെ ഒരു ലോൺ പെയർ എന്ത് ചെയ്യുന്നില്ല? തൊടുന്നില്ല. അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. മറ്റേ ലോൺ പെയറിനെ ആര് മേടിച്ചു? ഹൈഡ്രജൻ മേടിച്ചു. അതിനെ എങ്ങനെ കാണിക്കുന്നതെന്ന് അറിയാമോ? 2 ആരോ ഇട്ട് ഹൈഡ്രജൻ മേടിച്ചു എന്നിങ്ങനെ കാണിക്കും. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ ആണല്ലോ. എന്നിട്ട് വേണ്ട, ഇത് കോവാലൻ്റ് ബോണ്ടാണ്. ഇനി ഒരു പോസിറ്റീവും കൂടി ഇട്ടാലേ പറ്റത്തുള്ളല്ലോ. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്തും കൂടി ഇടണം? പുറത്ത് എന്തും കൂടി ഇടണം? പോസിറ്റീവും കൂടി ഇടണം. എന്നിട്ട് ഇത് കോവാലൻ്റ് ബോണ്ടാണ്. ആണോ? ഇതും കോവാലൻ്റ് ബോണ്ടാണ്. ആണോ? എന്നാൽ ഇതോ ഇത് കോർഡിനേറ്റ് ബോണ്ടാണ്. ഇതാണ് കാര്യം. ഇത് ബോണ്ടാണെന്നൊന്നും കരുതരുത്. ആരോ ഇട്, അല്ല ഇത് ബോണ്ടാന്ന് വിചാരിക്കും. പിന്നെ അത് തുടച്ചു അങ്ങനെ എഴുതിയാൽ മതി.
ഇതാണ് കേട്ടോ. അപ്പോൾ പടം അതായത് എന്താണ് ഇത് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ H3യോടെ ഇത് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാ വരയ്ക്കേണ്ടത്. നേരത്തെ വരച്ചതൊന്നും അല്ല വരയ്ക്കേണ്ടത്. യു ഹാവ് ടു ഡ്രോ ദിസ്. ഇനി അടുത്ത എഴുതിക്കോ ഫോർമേഷൻ ഓഫ് അമോണിയം അയോൺ. ഫോർമേഷൻ ഞാനിവിടെ കൂടുതലായിട്ടൊന്നും എഴുതുന്നില്ല, സ്ട്രക്ചർ വരച്ച് കാണിക്കാം, അതായിരിക്കും എളുപ്പം. ഫോർമേഷൻ ഓഫ് അമോണിയം അയോൺ. നേരത്തെ എഴുതിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആയതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത്. അമോണിയം അയോൺ. ഓക്കെ, ഈ അമോണിയം അയോണിനകത്ത് എന്താ സംഭവിക്കുന്നത് അറിയാം? അമോണിയം അയോണിനകത്ത് H+ ചേർക്കുമ്പോഴാണ് അമോണിയക്കകത്ത് H+ ചേർക്കുമ്പോഴാണ് അമോണിയം അയോൺ ഉണ്ടാകുന്നത്. ഓക്കെ ആണോ ഡി? അമോണിയ അയോൺ നോക്കിയോ, നമുക്ക് ജസ്റ്റ് NH3ക്കകത്ത് H+ അയോൺസ് വരുമ്പോഴാണ് NH4+ എന്ന് വരുന്നത്. ഓക്കെ ആണോ? അതെങ്ങനെ? ഇത് ജനറൽ. ശരിക്കും സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ അമോണിയയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നറിയോ? അതായത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ അമോണിയയുടെ ഒരെണ്ണം, ഹൈഡ്രജൻ്റെ ഒരെണ്ണം, ഇവിടെ അമോണിയയുടെ ഒരെണ്ണം എന്താണ്, ഹൈഡ്രജൻ്റെ ഒരെണ്ണമായിട്ട് ബോണ്ട്, ഇവിടെ അമോണിയയുടെ ഒരു ഇലക്ട്രോൺ, ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ബോണ്ട്. അപ്പം നൈട്രജനും ചുറ്റിനും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണം എന്തായിട്ട് കിടക്കും? 2 എണ്ണം ഒരു ലോൺ പെയർ ആയിട്ട് കിടക്കും. ഓക്കെ ആണല്ലോ? അതെന്തുമായിട്ടാണ് ചേരാൻ പോകുന്നത്? ആസിഡ് ഒഴിക്കുമ്പോൾ ആസിഡിലെ H+ആയിട്ട് ചേരാൻ പോവാം. H+ന് സ്റ്റേബിൾ ആവണേ എത്ര വേണം? 2. ആ 2 എണ്ണം എവിടെ ഉണ്ട്? 2 ഇവിടെ ഉണ്ട്. അങ്ങനെ 2 ഇവിടെ വന്നിട്ട് ഇതുമായിട്ട് അങ്ങ് ചേർന്നിട്ട് 2 ഇങ്ങനെ ഉണ്ടാവും. അതായത് HN ഈ 2 ലോൺ പെയറിൽ ആര് കൊണ്ടുപോകും? 2 ലോൺ പെയറിനെ ഹൈഡ്രജൻ കൊണ്ടുപോകും. അപ്പോൾ അമോണിയയുടെ മണ്ടയ്ക്ക് എന്ത് വരും? ഇലക്ട്രോണിന് അമോണിയ കൊടുത്തു, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തില്ല. എന്താ, ഒരെണ്ണത്തിന് കുറച്ചങ്ങോട്ട് ഹൈഡ്രജന്, 2 എണ്ണത്തിനെയും ഹൈഡ്രജന് ഷെയർ ചെയ്യാൻ കൊടുത്തു. അതിലൊരു ഇലക്ട്രോൺ കുറച്ചങ്ങ് നീങ്ങിപ്പോയി, അമോണിയയുടെ അടുത്തില്ല. നേരത്തെ ഇങ്ങനെയല്ലേ കിടന്നത്, ഇപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടങ്ങ് പോയി, കണ്ടോ ഇവിടെ വന്നു. അപ്പോൾ അതുകൊണ്ട് വിട്ടുകൊടുത്തതിന് തുല്യം പോലെ ആയതുകൊണ്ട് അത് പോസിറ്റീവായി. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം എന്നറിയാം? സ്ട്രക്ചർ വരയ്ക്കുമ്പം സ്ട്രക്ചർ ഓഫ് അമോണിയം അയോൺ, സ്ട്രക്ചർ ഇതതിൻ്റെ കൺസെപ്റ്റാണ്. സ്ട്രക്ചർ ഓഫ് അമോണിയം അയോൺ എങ്ങനെ വരയ്ക്കും നിങ്ങൾ? അമോണിയം അയോൺ എങ്ങനെ വരയ്ക്കും നിങ്ങൾ? ഇങ്ങനെ വരയ്ക്കണം. അതായത് H ഈ നൈട്രജൻ്റെ ഒരു ലോൺ പെയറിനെ ആർക്ക് കൊടുത്തു? 2 ഹൈഡ്രജന് കൊടുത്തു. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, വെളിയിൽ എന്ത് വരയ്ക്കുക? പോസിറ്റീവ് ഇടുക. ഇതാണ് ഇവിടുത്തെ കോർഡിനേറ്റ് ബോണ്ട്. കോവാലൻ്റ് എഴുതേണ്ട, കോർഡിനേറ്റ് മാത്രം എഴുതിയാൽ മതി. ഒരെണ്ണം കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീരും. അതും കൂടെ എഴുതിക്കോ. വരച്ചോ? മിഷേലും സനയും വരച്ചോ? വരച്ചു സാർ. പാർവണ ഒരു 7:10 കയറിയാൽ മതിയേ. ഓക്കെ സാർ. നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത് എഴുതിക്കോളൂ. ഫോർമേഷൻ ഓഫ് ഹൈഡ്രോക്സിൽ അയോൺ. ഫോർമേഷൻ ഓഫ് ഹൈഡ്രോക്സിൽ അയോൺ. ശരിക്കും സിംപ്ലി അതിൻ്റെ റിയാക്ഷൻ എന്താണെന്നറിയോ? H2O നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ H+ അയോണും OH- അയോൺസും ഉണ്ടാവും. ഈ OH- അയോൺസാണ് ഹൈഡ്രോക്സിൽ അയോൺ എന്ന് പറയുന്നത്. വാട്ടർ മോളിക്യൂളിൽ നിന്ന് H+ അയോൺസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മോളിക്യൂളാണ് എന്ത്? ഹൈഡ്രോക്സിൽ അയോൺ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചാൽ നോക്കിയോ. സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. ഓക്സിജൻ, ഈ ഓക്സിജൻ്റെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഓക്സിജൻ്റെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 എണ്ണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അപ്പം 1
2 3 ഇതിൻ്റെ സ്ട്രക്ചറായിട്ടൊന്ന് നോക്കി. ഇത് വാട്ടറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? വാട്ടറിൻ്റെ സ്ട്രക്ചർ തന്നെ ഇങ്ങനെയായിരുന്നു. HOH, ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ, ഓക്സിജൻ്റെ ഒരു ഇലക്ട്രോൺ, ഓക്സിജൻ്റെ ഒരു ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ, ഓക്സിജൻ്റെ 2 ഇലക്ട്രോൺ, ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ, ഓക്സിജൻ്റെ ഒരു ഇലക്ട്രോൺ. ആണോ? ഇങ്ങനെയല്ലേ? അത് എന്താവും എന്നാണ് പറഞ്ഞത്? സ്പ്ലിറ്റായിട്ട് എന്തായിട്ട് മാറും? ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ആർക്ക് കിട്ടുക? ഈ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണ് എന്തായിട്ട് മാറും? ആർക്ക് കിട്ടുക? ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ? OH മാത്രം ആവുക. ഇവിടെ H+ആ. ഇവിടെ H+ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹൈഡ്രജൻ്റെ ഈ ഇലക്ട്രോണിനെയും കൂടെ ആര് കൊണ്ടുപോകണം? ഈ ഓക്സിജനെ കൊണ്ടുപോകണം. ഓക്കെ, നീ വേറെ എന്തൊക്കെയോ ചിന്തിക്കുക. നോക്കൂ ഇവിടെ. അപ്പം നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഈ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ആയിരുന്നു വേണ്ടത് ഇല്ലേ? ഈ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഇലക്ട്രോണിനെ ഓക്സിജൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രജൻ എന്താ? H+ ആയിട്ട് മാറും. ആണോ? ആണ്. പിന്നെ ബാക്കിയുള്ള എന്താ? അപ്പോൾ ഓക്സിജൻ്റെയിൽ നോക്കി. ഓക്സിജൻ്റെയിൽ ഓൾറെഡി ഓക്സിജൻ്റെ 2 ഇലക്ട്രോൺ ലോൺ പെയർ, 2 ഇലക്ട്രോൺ ലോൺ പെയർ. ഇപ്പോൾ ഹൈഡ്രജൻ്റെ നിന്ന് കിട്ടിയ ഒരു ഇലക്ട്രോൺ ആറിലായിരിക്കുന്നത്? ഓക്സിജൻ്റെയിലാണ്. പിന്നെ എന്താണ്? ഓക്സിജൻ്റെയിലുള്ള ഒരു ഇലക്ട്രോൺ, ഇവിടെ ഓക്സിജൻ്റെയിലുള്ള ഒരു ഇലക്ട്രോൺ. പിന്നെന്താ? ഹൈഡ്രജൻ, അപ്പുറത്തൊരു ഹൈഡ്രജൻ ഉണ്ടല്ലോ. ആ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ഉണ്ടല്ലോ ഇവിടെ ഇല്ലേ? ആ ഹൈഡ്രജൻ ഇലക്ട്രോണും ഉണ്ട്, ഇവിടെയുണ്ട്. ഇപ്പോൾ ഓക്സിജൻ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയില്ലേ? കിട്ടിയോ? 6 കിട്ടിയേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺസ് കിട്ടിയോണ്ട് തന്നെ മണ്ടയ്ക്കൊരു മൈനസ് ഇടുക. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ മാത്രം വരച്ചാൽ മതി. O എന്ന് എഴുതുക. എന്നിട്ട് ലോൺ പെയർ, ഇവിടെ ഹൈഡ്രജൻ്റെ നിന്ന് കിട്ടിയ ഒരു ഇലക്ട്രോണ് ഇല്ലേ? ഞാനത് ഇൻറ്റു ഇട്ട് വരയ്ക്കാം. ഇൻറ്റു ഇട്ടല്ല. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിജൻ്റെ ഒരു 2 ഇലക്ട്രോൺ ലോൺ പെയർ, ഇവിടെ ലോൺ പെയർ. പിന്നെന്താ? ഇവിടത്തേത് ഈ രണ്ടും കൂടെ ചേർത്തൊരു ബോണ്ടായിട്ട് അങ്ങ് വരച്ചാൽ മതി. എന്താ? ഇങ്ങനെ ഒരു ബോണ്ടായിട്ട് അങ്ങ് വരച്ചാൽ മതി. പിന്നെ ഇവിടെ അപ്പുറത്തുനിന്ന് കിട്ടിയ ഒരു ഓക്സിജൻ്റെ ബോണ്ട്, പിന്നെ ഓൾറെഡി ഹൈഡ്രജൻ്റെ ബോണ്ട് ഇലക്ട്രോണ്, ഓക്സിജൻ്റെ ഒരു ഇലക്ട്രോണ്. ഇനി ബ്രാക്കറ്റ് ഇടുക. എന്ത് ചെയ്യുക? ഒരു മൈനസ്. ഇതാണ് സ്ട്രക്ചർ. ഇതാ ഫോം ചെയ്യുന്നതിൻ്റെ കൺസെപ്റ്റാണ് വരച്ചിരിക്കുന്നത്. ഇതാണ് സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ ഇത് വരയ്ക്കണം. ഇതിനെയാണ് സിംപ്ലി നമ്മൾ എന്തെന്ന് എഴുതുന്നത്? OH- എന്ന് എഴുതുന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ? ഇനിയും സെൽഫ് അയണൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടെ കിടപ്പുണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞ് തന്നേക്കാം. സെൽഫ് അയോണൈസേഷൻ ഓഫ് വാട്ടർ. സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ മോളിക്യൂൾ കണ്ടെയ്ൻ 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. എ പോസിറ്റീവ് ഹൈഡ്രജൻ അയൺ ഈസ് ഫോംഡ് വെൻ വാട്ടർ അയോണൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വാട്ടർ മോളിക്യൂളിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉണ്ട്. പോസിറ്റീവ് ഹൈഡ്രജൻ അയോൺ ഈസ് ഫോംഡ് വെൻ വാട്ടർ അയോണൈസ്. അതായത് ശരിക്കും വാട്ടർ അയോണൈസ് ചെയ്യുമ്പോൾ H2O എന്ന് പറയുന്നത് അയോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അയോൺസ് ആയിട്ട് മാറുകയാണെങ്കിൽ ഒരു H+ അയോണും പിന്നെന്തും ഉണ്ടാവും? ഒരു OH- അയോൺസും ഉണ്ടാകുന്നത്. ഇനി ദിസ് H+ അയോൺസ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം 1 വാട്ടർ മോളിക്യൂൾ ടു ഓക്സിജൻ ആറ്റം ഓഫ് അതർ വാട്ടർ മോളിക്യൂൾ. അപ്പം ഇതിപ്പം വെള്ളത്തിനകത്തൂടെ, സിമ്പിളായിട്ട് പറയാം, വെള്ളത്തിനകത്തൂടെ ഞാൻ കറണ്ട് കടത്തി വിട്ടുവാണെങ്കിൽ അതിനകത്ത് കുറേ വാട്ടർ മോളിക്യൂൾ തന്നെ ഇങ്ങനെയായി മാറും. എന്നാൽ കുറേ വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾ തന്നെയായിട്ടിരിക്കും. അപ്പം ആ വാട്ടർ മോളിക്യൂളായിട്ട് തന്നെ ഇരിക്കുന്ന ആ വാട്ടർ മോളിക്യൂളുമായിട്ട് ഈ സ്പ്ലിറ്റ് ചെയ്ത് H+O റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? H2O ഗീവ്സ് എന്തുണ്ടാവും? H3O+ ഉണ്ടാവും. നേരത്തെ പോലെ. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചറായിട്ട് വരയ്ക്കാം. എന്തുവാ? H2O നമ്മൾ എന്ത് ചെയ്യുന്നു? H2O ഞാൻ വീണ്ടും ഇത് H2O സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും H2O റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? H3O+ അയോണും
OH മൈനസ് അയണും ഉണ്ടാവും. നമ്മൾ നേരത്തെ 2 സ്റ്റെപ്പായിട്ട് എഴുതിയത് ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതിയത് ശരിയല്ലേ? H2O സ്പ്ലിറ്റ് ചെയ്തു, H പ്ലസ് OH ഉണ്ടായി. ആ സ്പ്ലിറ്റ് ചെയ്ത H പ്ലസ് ഒന്നും നടക്കാത്ത H2Oയുമായിട്ട് പോയി വീണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ H3O പ്ലസ് അയൺ ഉണ്ടാവും. അത് രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നതാണ് വേണ്ടത്. ഇനി ഇതിനെ വേണം നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാം? ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറിൽ വരയ്ക്കാം. എന്താ? H2Oനെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ, ഇതിനെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ, ഇതിൻ്റെയും വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതിൻ്റെയും വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, ചാപ്റ്റർ തീർന്നു, കഥ.